എനിക്ക് ആദ്യത്തെ സാലറി കിട്ടിയപ്പോൾ ഞാൻ മാഷിന് വേണ്ടി വാങ്ങിച്ചതാ. എൻ്റെ വക മാഷിനൊരു ഓണക്കോടി. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അത്രമേൽ പ്രിയപ്പെട്ടവർക്ക് അത്രത്തോളം മികച്ചത് ഈ ഓണം സോൾട്ടിനൊപ്പം. ദ സോൾട്ട് ഫാഷൻ നിയർ ശ്രീനാരായണ ഹാൾ, ചുള്ളിക്കൽ, കൊച്ചി. വയലാർ രാമവർമ്മയുടെ 50ാം ചരമവാർഷികാനുസ്മരണം നടത്തി. വയലാർ രാമവർമ്മയുടെ 50ാം ചരമവാർഷികാനുസ്മരണം കാര്യവിചാര സദസ്സിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു. ഒരു പക്ഷേ ഇവിടെ കാലടി രാമവർമ്മ നടത്തിയത്. കാരണം നമ്മുടെ കാലടി ഗോപി എന്ന് പറഞ്ഞ് വേണൂർക്കാരനാണല്ലോ അറിയപ്പെട്ടത്. മലയാറ്റൂർ രാമകൃഷ്ണൻ തോട്ടുവാക്കാരനാണ്. അപ്പം അതിനെപ്പറ്റി ഞാൻ ഒത്തിരി വേദികളിൽ പറഞ്ഞിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിയിലൊക്കെ പറഞ്ഞിട്ടൊരു വയലാറിനെ പറ്റിയൊരു സ്മാരകം കാലടി വേണം. വയലാറിൻ്റെ മോനോടെയും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആരും ശ്രദ്ധിക്കാറില്ല, നമുക്ക് അതിനോട് പറ്റത്തില്ല. അപ്പോൾ വയലാർ ശരിക്കും എറണാകുളം ജില്ലക്കാരനാണ്. മാത്രമല്ല അദ്ദേഹം പെരിയാറിനെ അദ്വൈതത്തെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് എഴുതി. അപ്പോൾ ഏതാണ്ട് 50കളുടെ 55 കാലഘട്ടത്തിൽ 10, 35, 30, 27, 28 വയസ്സിൽ കൂടെ സിനിമാലോകം വരുന്നത്. ആദ്യത്തെ ഗാനം എന്ന് പറയുന്നത് 1956 കൂടപ്പിറപ്പ് എന്ന ചിത്രത്തിലെ ഒരു ഗാനമാണ്. ആ ഗാനം ഇപ്പോഴും ഹിറ്റാണ്. തുമ്പി തുമ്പി വാവാ ഈ തുമ്പത്തണലിൽ വാവാ തുമ്പത്തണലിൽ വാവാ. ഡോക്ടർ സുരേഷ് മുക്കന്നൂർ മുഖ്യ പ്രഭാഷണം നടത്തി. കെ എൻ നമ്പൂതിരി വയലാർ ഗാനങ്ങളെ പരിചയപ്പെടുത്തി. ഗാനാലാപന ഉദ്ഘാടനം ശ്രീദേവി നമ്പൂതിരി നിർവഹിച്ചു. കവി അഡ്വക്കേറ്റ് തങ്കച്ചൻ വർഗീസ് അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ ഫിലിപ്പ് ജോസഫ് പഞ്ഞിക്കാരൻ, വിൽഫ്രഡ് എച്ച്, കെ ജോഷി എന്നിവർ പ്രസംഗിച്ചു. ഒരുപക്ഷെ ഗാനരചയിതാവ് ആയിരുന്നില്ലെങ്കിൽ വയലാർ എന്ന് പറയുന്ന കവി കുറെ കൂടി ഉത്തമ കവിയായി വാഴ്ത്തപ്പെടുമായിരുന്നു. ഏതായാലും ജനഹൃദയങ്ങൾ, കോടിക്കണക്കിന് ജനങ്ങൾ സമകാലീന ജീവിതത്തിലും പിന്നീടുമൊക്കെ ഇനി വരും തലമുറകളിലൊക്കെ വയലാർ വാഴ്ത്തപ്പെടുന്നത് ഈ ഗാനരചയിതാവ് എന്നുള്ള നിലയിൽ തന്നെയായിരിക്കും. അത് ഒരു പോരായ്മ ആയിട്ട് ഞാൻ കാണുന്നില്ല. അങ്ങനെയായിരിക്കും അദ്ദേഹം അറിയപ്പെടുക. ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം കൂടി ഒന്ന് രേഖപ്പെടുത്തിയിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഡോക്ടർ സുരേഷ് വയലാറിനെ പഠിച്ചിട്ടുള്ള ഒരു നിരൂപകനാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കവിതകൾ ഞാൻ കാണുമ്പോഴൊക്കെ ഈ വയലാറിൻ്റെ ഒരു അനുകരണമെന്നല്ല, വയലാറിൻ്റെ ശബ്ദം ഈ സുരേഷ് മുക്കന്നൂരിൻ്റെ കവിതകളിലും മുഴങ്ങുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് സ്വാഭാവികവുമാണ്. ഞാനും ഒരു കവി എന്നുള്ള നിലയിൽ എഴുതുമ്പോഴൊക്കെ ഈ വല്ലാതെ ഇത്രയും ആധികാരികമായിട്ട് പറയാനിടയായത്. വയലാറിൻ്റെ രാഷ്ട്രീയ നിലപാടിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ 3 കവിതകളിലെ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കാറ്. കാരണം ചലച്ചിത്ര ഗാനരംഗത്ത്, മലയാള ചലച്ചിത്ര ഗാനങ്ങളുടെ കനകകാന്തിയായിരുന്നു വയലാർ രാമവർമ്മ. അതിനപ്പുറം അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. കവിതകളെ കുറിച്ച് പറയുമ്പോൾ 1962 ഇന്ത്യ ചൈന യുദ്ധം നടക്കുമ്പോഴാണ് അദ്ദേഹം ആദ്യമായിട്ട് ചൈനയ്ക്കെതിരെ പറയാനിടയുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ നിലപാട് തന്നെ എന്താണ്? ന്യൂസ് ബ്യൂറോ, കാലടി.